താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് വയനാടിനെയും അവിടുത്തെ ജനങ്ങളെയും പ്രമേയമാക്കിയുള്ള മലയാളം നോവലുകൾ കണ്ടെത്തുക. ഉറൂബിന്റെ ഉമ്മാച്ചു, പി. വത്സലയുടെ നെല്ല്, കെ. ജെ. ബേബിയുടെ മാവേലി മൺട്രം. വയനാടിനെ പ്രമേയമാക്കി വന്ന മലയാള നോവലുകളാണ് ഉറൂബിന്റെ ഉമ്മാച്ചു, പി. വത്സലയുടെ നെല്ല്, കെ. ജെ. ബേബിയുടെ മാവേലി മർണം. ആരാണ് എഴുതിയത്? സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ ഏക താക്കോൽ. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്റെ ഏക താക്കോൽ. കാബൂളിൽ സ്ഥാപിതമായ ദി പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുക. ക്യാപ്റ്റൻ ലക്ഷ്മി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർക്ക് ബന്ധമില്ല. ദി പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ളത് മഹേന്ദ്ര പ്രതാപും ചെമ്പകരാമൻ പിള്ളയും. കാബൂളിൽ സ്ഥാപിതമായ ദി പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധമുള്ളത് മഹേന്ദ്ര പ്രതാപ്, ചെമ്പകരാമൻ പിള്ള. താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില പ്രമുഖ ലോക സംഘടനകളെ സംബന്ധിച്ച് ശരിയായി പൊരുത്തപ്പെടുന്നവ വിശദാംശങ്ങൾ കണ്ടെത്തുക. ദി ലീഗ് ഓഫ് നേഷൻസ്, വുഡ്രോ വിൽസൺ, വെർസൈൽസ് ഉടമ്പടി. ദി യുണൈറ്റഡ് നേഷൻസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദി അറ്റ്ലാന്റിക് ചാർട്ടർ. ദി കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, ആർതർ ജെയിംസ് ബാൽഫോർ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ. ദി ലീഗ് ഓഫ് നേഷൻസ്, വുഡ്രോ വിൽസൺ, വെർസൈൽസ് ഉടമ്പടി. ദി യുണൈറ്റഡ് നേഷൻസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ദി അറ്റ്ലാന്റിക് ചാർട്ടർ. ദി കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, ആർതർ ജെയിംസ് ബാൽഫോർ, സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഹർഘർ തിരംഗ ക്യാമ്പയിൻ സാധ്യമാക്കിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതിയാണ്? ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഹർ ഘർ തിരംഗ ക്യാമ്പയിനിൽ സാധ്യമാക്കിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതിയാണ്? ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002. ചേരുംപിഴി ചേർക്കുക. ചിനാബ്, ബാരാലാച്ച പാസ്, ചമ്പൽ, ബാഡ്ലാൻഡ് ഭൂപ്രകൃതി, ബ്രഹ്മപുത്ര, സാങ്പോ, നർമ്മദ, ദുവാന്തർ വെള്ളച്ചാട്ടം. നർമ്മദ, ദുവാന്തർ വെള്ളച്ചാട്ടം, ബ്രഹ്മപുത്ര, സാങ്പോ, ചെമ്പൽ, ബാഡ്ലാൻഡ്സ് ഭൂപ്രകൃതി, ചിനാബ്, ബാരാലാച്ച പാസ്. അസേർഷൻ, ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്നു. റീസൺ, ചൂട് പ്രവാഹങ്ങൾ തണുത്ത വൈദ്യുതധാരയുമായി ചേരുമ്പോൾ താപനിലയുടെ വിപരീതം സംഭവിക്കുന്നു. അസേർഷൻ, റീസൺ എന്നിവ ശരിയാണ്. റീസൺ എന്നത് അസേർഷന്റെ ശരിയായ വിശദീകരണമാണ്. അതായത് ഗൾഫ് പ്രവാഹം ലാബ്രഡോർ വൈദ്യുതധാരയുമായി ചേർന്ന് വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്ത് ഇടതൂർന്ന മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്നു. ഗൾഫ് പ്രവാഹമാണ് ലാബ്രഡോർ. ഇത് വടക്കൻ അറ്റ്ലാന്റിക്കിൽ മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്നു. വ്യത്യസ്ത സ്കെയിലുകളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ വലിയ സ്കെയിലിനെ അടിസ്ഥാനമാക്കി ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, ക്വാഡ്രന്റ് ഷീറ്റ്, 15 ഡിഗ്രി ഷീറ്റ്. ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളെ ആരോഹണ ക്രമത്തിൽ: മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ്, ക്വാഡ്രന്റ് ഷീറ്റ്, 15 ഡിഗ്രി ഷീറ്റ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, ചവറ. ട്രാവൻകൂർ സിമന്റ് ലിമിറ്റഡ്, കോട്ടയം. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ഷൻ ലിമിറ്റഡ്, കണ്ണൂർ. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ്, ചവറ. ട്രാവൻകൂർ സിമന്റ് ലിമിറ്റഡ്, കോട്ടയം. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ഷൻ ലിമിറ്റഡ്, കണ്ണൂർ. ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസ് ലിമിറ്റഡ്, തിരുവനന്തപുരം. 2022 ഭൗമദിനത്തിന്റെ തീം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. GST സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയിൽ പരോക്ഷ നികുതിയുടെ ഏകീകൃത രൂപമാണ് GST. 2017 ജൂലൈ 1 മുതലാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷൻ. CGST, SGST, IGST, UTGST, സെസ് എന്നിവ വ്യത്യസ്ത തരത്തിലുള്ള GST ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ മെഹലനോബിസ് മാതൃക അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
ബോക്സൈറ്റ് ഉൽപാദനം നടക്കുന്ന സംസ്ഥാനം ഒഡീഷ. ബോക്സൈറ്റ് ഉൽപാദനത്തിൽ മുൻപിൽ ഒഡീഷ. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറയ്ക്കുക എന്നതാണ്. ശരിയായ ആൻസർ പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുന്നതിലും പേയ്മെന്റിലെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുകയും ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കിലേക്ക് നീങ്ങുവാനും മതിയായ വിദേശ നാണ്യ ശേഖരണം കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിന്റെ രംഗത്തേക്ക് വീഴ്ത്താനും വിപണി ദിശയിൽ അതിന് പുതിയ ഊന്നൽ നൽകുവാനും. പങ്കാളിത്ത സാമ്പത്തികത്തിലൂടെ ഇതരവും സുസ്ഥിരവും തുല്യവുമായ കൃഷിയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തികവും സാമ്പത്തികേതരവുമായ ഇടപെടലുകൾ, നവീകരണങ്ങൾ, സാങ്കേതികവിദ്യ, സ്ഥാപന വികസനം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനം നബാർഡ്. 2022 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്ര വർഷം വരെയുണ്ട്? 14 വർഷം. ആർട്ടിക്കിൾ 19 പ്രകാരം ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും താൽപര്യം അനുസരിച്ച് ഏതാണ് നിയന്ത്രണത്തിന്റെ അടിസ്ഥാനമല്ലാത്തത്? സഞ്ചാര സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ആനന്ദത്തിന്റെ സിദ്ധാന്തത്തെ പ്രതിഫലിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 310. ആനന്ദത്തിന്റെ സിദ്ധാന്തത്തെ പ്രതിഫലിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 310. GST കൗൺസിൽ ചെയർപേഴ്സൺ കേന്ദ്ര ധനമന്ത്രി. താഴെ പറയുന്ന കാര്യങ്ങളാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. യുദ്ധം അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിന് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് വ്യവസ്ഥ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്ഥാപനം ആർട്ടിക്കിൾ 323A. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 338 വ്യവസ്ഥ ചെയ്യുന്നത് എന്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്? പട്ടികജാതിക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂണിയനെ ചുമതലപ്പെടുത്തുന്നത്? ആർട്ടിക്കിൾ 351. ഹിന്ദി ഭാഷയുടെ വ്യാപനം പ്രോത്സാഹിപ്പിക്കാൻ ആർട്ടിക്കിൾ 351. ഇന്ത്യയുടെ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു. ജസ്റ്റിസ് രജീന്ദർ സിംഗ് സർക്കാരിയയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിയ കമ്മീഷനിലെ മറ്റ് 2 അംഗങ്ങൾ ബി. ശിവരാമൻ, ഡോക്ടർ SR സെൻ. ജസ്റ്റിസ് രജീന്ദർ സിംഗ് സർക്കാരിയയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിയ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ബി. ശിവരാമൻ, ഡോക്ടർ SR സെൻ. സന്തോഷവും വേദനയും അളക്കുന്നതിന് ജെറമി ബെന്തം ചില മാനദണ്ഡങ്ങൾ നിരത്തി. ഇതറിയപ്പെടുന്നത് ഫെലിസിഫിക് കാൽക്കുലസ്. സെഫോളജി എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? R.B. മക്കല്ലം. സെഫോളജി R.B. മക്കല്ലം. ഡിപ്പാർട്ട്മെന്റലൈസേഷന്റെ 4 അടിസ്ഥാനങ്ങളായ ഉദ്ദേശ്യം, പ്രക്രിയ, വ്യക്തികൾ, സ്ഥലം എന്നിവ 4 Ps എന്നറിയപ്പെടുന്നു. ഇത് ആര് വികസിപ്പിച്ചെടുത്ത ഒരു ആശയമാണ്? ലൂതർ ഗുലിക് ആൻഡ് ലിൻഡാൽ ഉർവിക്. 4 Ps വികസിപ്പിച്ചത് ലൂതർ ഗുലിക് ആൻഡ് ലിൻഡാൽ ഉർവിക്. ദി പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് B.R. അംബേദ്കർ. ദി പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ, B.R. അംബേദ്കർ. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ നിയമം 2013 ജൂൺ 3 നിലവിൽ വന്നു. ഇപ്പോഴത്തെ ചെയർമാൻ KV മനോജ് കുമാർ. ജീവശാസ്ത്രപരമായ തെളിവുകളും ക്രിമിനൽ അന്വേഷണത്തിലെ പ്രതിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി സാങ്കേതിക വിദ്യയാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. നിങ്ങൾ ഒരാളെ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ പേശികൾ അടിഞ്ഞുകൂടി രാസവസ്തു നീക്കം ഉണ്ടാകുന്നു. ഏതാണ് രാസവസ്തു? ലാക്റ്റിക് ആസിഡ്. ഏത് രോഗപ്രതിരോധ കോശങ്ങളാണ് സാധാരണയായി എയ്ഡ്സ് വൈറസിനെ ആക്രമിക്കുന്നത്? എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത് T ലിംഫോസൈറ്റ്. രോഗപ്രതിരോധ കുത്തിവയ്പ്പിലൂടെ മുൻകാല അണുബാധയിലൂടെ വികസിപ്പിച്ച പ്രതിരോധശേഷിയിലൂടെയോ ഒരു ജനസംഖ്യയ്ക്ക് പ്രതിരോധശേഷി ലഭിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പകർച്ചവ്യാധിയിൽ നിന്നുള്ള പരോക്ഷ സംരക്ഷണത്തെ വിളിക്കുന്നത് ജനസംഖ്യയുടെ പ്രതിരോധശേഷി, ഹെർഡ് പ്രതിരോധശേഷി. ഏത് രോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് സർക്കാർ വൻതോതിൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്? ഫൈലേറിയ. താഴെ പറയുന്നവയിൽ ഏതാണ് തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന ക്രമം?
എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്. തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന ക്രമം എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്. എക്സ്റേ, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്. മൊത്തം വോളിയം V ആയ ഒരു മരക്കഷ്ണം P സാന്ദ്രതയുള്ള ഒരു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മരത്തിന്റെ സാന്ദ്രത D ആണെങ്കിൽ ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന മരത്തിന്റെ വോളിയം എത്രയാണ്? VD/P. V മരക്കഷ്ണത്തിന്റെ വോളിയം, P ജലത്തിന്റെ സാന്ദ്രത, D മരത്തിന്റെ സാന്ദ്രത. ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്ന മരത്തിന്റെ വോളിയം കാണാൻ VD/P. 2021 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഭാഗികമായി സ്യൂക്കറോ മനാബയ്ക്കും ക്ലോസ് ഹാൽസ്മാനിനും അവരുടെ പഠനത്തിന് ലഭിച്ചു. അവരുടെ പഠനം എന്തിനെക്കുറിച്ചായിരുന്നു? ആഗോളതാപന പ്രവചനങ്ങൾ. NH3, CO2, NOF2 എന്നിവയ്ക്കായുള്ള വാൻ ഡെർ വാൽസ് സ്ഥിരമായ A നൽകിയിരിക്കുന്നത് യഥാക്രമം 4.225, 3.658, 1.460, 1.717 എന്നിവയാണ്. ഈ വാതകങ്ങളിലൊന്ന് ഏറ്റവും എളുപ്പത്തിൽ ദ്രവീകരിക്കുന്നു, NH3. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 17 അയോഡിന് താഴെയുള്ള മൂലകമാണ് അസ്റ്റാറ്റിൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? അത് 1. ഓക്സിഡേഷൻ അവസ്ഥ മാത്രമേ കാണിക്കൂ എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് അയോഡിനേക്കാൾ ഇലക്ട്രോനെഗറ്റീവ് കുറവ് അപകടകരമായ റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. ഹാലോജൻ മൂലകത്തിലെ ഏറ്റവും ഭാരമേറിയ അംഗമാണ്. ഭയം അല്ലെങ്കിൽ ആവേശം സാധാരണയായി ഒരാളെ വേഗത്തിൽ ശ്വസിക്കാൻ ഇടയാക്കുകയും രക്തത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. ഏത് വിധത്തിലാണ് ഇത് രക്തത്തിന്റെ pH മാറ്റുന്നത്? മാറ്റമില്ല. എയ്റോസ്പേസ് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതിന് ഉയർന്ന കരുത്തുള്ള ബീറ്റ ടൈറ്റാനിയം അലോയ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ദി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. ഇവരിൽ ആരായിരുന്നു ദി പവർ ഓഫ് ഡോഗ് എന്ന സിനിമയുടെ സംവിധായകൻ? ജെയിൻ കാമ്പിയൻ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2022 വനിതാ സിംഗിൾസ് ഫൈനലിലെ വിജയി ആരാണ്? ആഷ്ലി ബർട്ടി. കല്ലമ്പലം എന്നറിയപ്പെടുന്ന ജൈന ദേവാലയമായ വിഷ്ണുഗുഡി ബദസി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മുരളി ചീരോത്ത്. അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം പരിഭവം. ദൃഢം എന്ന പദത്തിന്റെ വിപരീതം ശിഥിലം. വിറ്റു എന്ന പദം പിരിച്ചെഴുതിയാൽ വിൽ പ്ലസ് തു. വെറുതെ പേടിപ്പിക്കുക എന്നതിന് സമാനമായ ശൈലി ഉമ്മാക്കി കാട്ടുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നപുംസകലിംഗം അല്ലാത്തത് കാള. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം മകളുടെ ഭർത്താവ്. ശരിയായ പദം ഏത്? വിഡ്ഢിത്തം. തെറ്റായ വാക്യം ഏത്? ഓരോ കടതോറും കയറിയിറങ്ങി. മറന്നുപോയി ഇതിലെ വരയിട്ട പദം അനുപ്രയോഗം. വേർ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും.